കേരള ബി.ജെ.പിക്ക് മാനക്കേടായ അരുൺ രവീന്ദ്രൻ വിഷയം കുത്തിപ്പൊക്കി ഭാർഗവറാം. DRDO ശാസ്ത്രജ്ഞൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ അരുൺ രവീന്ദ്രന്റെ വലം കൈയായിരുന്ന സന്ദീപ് സോമനാഥിനെ കേരള ബി.ജെ.പി മീഡിയ കൺവീനറാക്കിയ പശ്ചാത്തലത്തിലാണ് ഭാർഗവറാമിന്റെ ഈ പരിഹാസം. രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിൽ അരുൺ രവീന്ദ്രന്റെ കുറവ് കൂടിയുണ്ട് എന്നും അടിയന്തരമായി പരിഹരിക്കണം എന്നുമാണ് ഭാർഗവറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഡൽഹിയിൽ അരുൺ രവീന്ദ്രന്റെ തട്ടിപ്പ് സംഘത്തിലെ മുഖ്യ കണ്ണിയായിരുന്നു ജന്മഭൂമി ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന സന്ദീപ്. പ്രതിരോധ മന്ത്രിയുടെ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന മലയാളി സുരേഷ്, അമൃത TV ക്യാമറമാൻ അമർജിത്ത് എന്നിവരായിരുന്നു അരുൺ രവീന്ദ്രന്റെ കൂട്ടുപ്രതികൾ. ജന്മഭൂമി ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം. ബി.ജെ.പി സംസ്ഥാന ട്രഷററായിരുന്ന രശ്മിൽനാഥിന്റെ കസിനാണ് അരുൺ രവീന്ദ്രൻ. DRDO ശാസ്ത്രജ്ഞന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാരിലെ കാര്യസാധ്യങ്ങൾക്കായി ജന്മഭൂമി ഓഫീസിൽ എത്തുന്നവരെ സന്ദീപ് അരുൺ രവീന്ദ്രനെ പരിചയപ്പെടുത്തുമായിരിക്കും. തുടർന്ന് അരുൺ രവീന്ദ്രൻ ലക്ഷങ്ങൾ കോഴ കൈപ്പറ്റി തട്ടിപ്പ് നടത്തും. പണം തട്ടിപ്പ് സംഘം വീതിച്ചെടുക്കും. അതിനിടെ കോട്ടയത്തടുത്തുള്ള ഒരു യുവതിയെ അരുൺ രവീന്ദ്രൻ DRDO ശാസ്ത്രജ്ഞൻ ചമഞ്ഞ് വിവാഹം ചെയ്യുകയായിരുന്നു. സ്ത്രീധനമായി കിട്ടിയ 100 പവനുമായി ഡൽഹിക്ക് മുങ്ങി. ഭർത്താവിനെ കാണാതായതോടെ യുവതി DRDO ഡയറക്ടർക്ക് പരാതി അയച്ചു. അങ്ങനെ ഒരാൾ DRDOയിൽ ജോലിയിൽ ഇല്ല എന്നായിരുന്നു ലഭിച്ച മറുപടിയും. തുടർന്ന് യുവതി വിവാഹ തട്ടിപ്പിന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഡൽഹിയിലെ മലയാളി മാധ്യമ പ്രവർത്തകർക്കൊപ്പം മയൂർ വിഹാർ ജില്ലാ അപ്പാർട്ട്മെന്റിലായിരുന്നു അരുൺ രവീന്ദ്രന്റെ താമസം തന്നെ. അവിടെ വെച്ച് പരിചയത്തിലായ എയിംസ് മലയാളി നഴ്സിന് വിവാഹ വാഗ്ദാനം നൽകി 5 ലക്ഷം രൂപ കൈക്കലാക്കുകയായിരുന്നു. തട്ടിപ്പ് തിരിച്ചറിഞ്ഞ നഴ്സ് ഡൽഹി പോലീസിൽ പരാതി നൽകിയതോടെ ഇയാൾ ഡൽഹിയിൽ നിന്നും മുങ്ങുകയായിരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ താമസിക്കുന്ന ഇയാൾ അവിടെയും തട്ടിപ്പ് തുടരുകയായിരുന്നു. ആർമിയിൽ ജോലി വാഗ്ദാനം നൽകി പറ്റിക്കപ്പെട്ടവരുടെ പരാതി കൊടുവള്ളി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തതോടെയാണ് DRDO വ്യാജ തട്ടിപ്പ് വാർത്തയാകുന്നത്. 6 മാസം ജയിലിൽ കിടന്ന അരുൺ രവീന്ദ്രൻ ജാമ്യമെടുത്ത് മുങ്ങുകയായിരുന്നു. ഹരിദ്വാറിൽ വെച്ച് ചില മാധ്യമ പ്രവർത്തകർ ഇയാളെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടതാണ് അവസാനമായി ലഭിച്ച വിവരം. അരുൺ രവീന്ദ്രന്റെ തട്ടിപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്ന സന്ദീപ് സോമനാഥിനെ മീഡിയ കൺവീനറാക്കിയ സ്ഥിതിക്ക് അരുൺ രവീന്ദ്രനെയും ടീമിൽ ഉൾപ്പെടുത്താമെന്നാണ് ഭാർഗവറാമിന്റെ പരിഹാസം തന്നെ.